വിശ്വാസികളെ, പരിശുദ്ധനായ മത്തായി ശ്ലീഹ എഴുതിയ സുവിശേഷം 21 അധ്യായം 23 മുതൽ 32 ഉള്ള വാക്യങ്ങൾ പരിശോധിക്കുമ്പോൾ ആത്മീയ ജീവിതത്തിലെ ഒരു നിർണായക സത്യത്തിലേക്കാണ് നമ്മളെ നയിക്കുന്നത്. ദൈവത്തിന് പ്രിയമുള്ളത് വാക്കുകളല്ല, അനുസരണമാണ് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. യേശു തമ്പുരാൻ ദേവാലയത്തിൽ ഉപദേശിക്കുമ്പോൾ പ്രധാന പുരോഹിതന്മാരും മൂപ്പന്മാരും ചോദിക്കുന്നു, നീ ഈ കാര്യങ്ങൾ ഏത് അധികാരത്തിൽ ചെയ്യുന്നുവെന്ന്. യേശു തമ്പുരാൻ അവർക്ക് നേരിട്ട് മറുപടി പറയാതെ, യോഹന്നാൻ സ്നാനം ദൈവത്തിൽ നിന്നോ മനുഷ്യനിൽ നിന്നോ എന്ന ചോദ്യം ഉയർത്തുന്നു. തുടർന്ന് അവൻ 2 പുത്രന്മാരുടെ ഉപമ പറയുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ഇതിൽ കൂടെ 5 ചിന്തകൾ നിങ്ങളുമായിട്ട് പങ്കുവെക്കാനായിട്ട് ആഗ്രഹിക്കുന്നത്. 1. ക്രിസ്തുവിൻ്റെ അധികാരം മനുഷ്യരുടെ ചോദ്യത്തിൽ. മതനേതാക്കന്മാർ യേശുവിൻ്റെ അധികാരം ചോദ്യം ചെയ്യുന്നു. അഹങ്കാരമുള്ള ഹൃദയം സത്യത്തെ തിരിച്ചറിയാൻ കഴിയുന്നില്ല എന്ന സെൻറ് ജോൺ ദ ക്രിസോസ്റ്റം പറയുന്നതായി നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അഹങ്കാരം നമ്മെ ദൈവസത്യത്തിൽ നിന്ന് അകറ്റി നിർത്തുന്നു എന്നുള്ളതാണ് വാസ്തവം. യോഹന്നാൻ്റെ സാക്ഷ്യം അവർ നിരസിച്ചു. യോഹന്നാൻ സ്നാപകൻ്റെ മാമോദീസ ദൈവത്തിൻ്റെ ദൂതനായിരുന്നു. എന്നാൽ മതനേതാക്കന്മാർ അതിനെ അംഗീകരിച്ചില്ല. സത്യം അറിയുവാൻ വിനയം അനിവാര്യമാണ് എന്ന അലക്സാണ്ട്രിയയിലെ പരിശുദ്ധനായ സിറിലിൻ്റെ വാക്കുകൾ ഇതുമായിട്ട് നമുക്ക് കൂട്ടിച്ചേർക്കാവുന്നതാണ്. വിനയമില്ല എങ്കിൽ ദൈവത്തിൻ്റെ ശബ്ദം കേൾക്കുവാനായിട്ട് നമുക്ക് സാധ്യമാകുകയില്ല. 3. 2 പുത്രന്മാരുടെ ഉപമയിൽ വാക്കുകളും പ്രവൃത്തിയും. ഒരു പിതാവ് 2 പുത്രന്മാരോട് മുന്തിരിത്തോട്ടത്തിൽ ജോലി ചെയ്യുവാൻ പറയുന്നു. ഒന്നാമൻ പറഞ്ഞു, ഞാൻ പോകുന്നില്ല, പക്ഷെ പിന്നീട് പോയി. രണ്ടാമൻ പറഞ്ഞു, ഞാൻ പോകും, പക്ഷെ പോയില്ല. യേശു ചോദിക്കുന്നുണ്ട്, ഇവരിൽ പിതാവിൻ്റെ ഇഷ്ടം ചെയ്തത് ആരാണ് എന്ന്. നാസിയാൻസിലെ പരിശുദ്ധനായ ഗ്രിഗോറിയോസിൻ്റെ വാക്കുകൾ കടമെടുത്താൽ, വാക്കുകൾ മാത്രം മതിയല്ല, പ്രവൃത്തിയിലാണ് വിശ്വാസത്തിൻ്റെ തെളിവ് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. പ്രിയമുള്ളവരെ, ദൈവത്തിന് പ്രിയമുള്ളത് അനുസരണമുള്ള പ്രവൃത്തിയാണ് എന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. 4. ചിന്ത എന്നുള്ളത് പാപികളുടെ മാനസാന്തരമാണ്. യേശു തമ്പുരാൻ വീണ്ടും പറയുന്നു, നികുതി പിരിവുകളും വേശ്യകളും ദൈവരാജ്യത്തിൽ മുമ്പേ പ്രവേശിക്കുന്നുവെന്ന്. കാരണം അവർ യോഹന്നാൻ്റെ വചനത്തിൽ വിശ്വസിച്ച് മാനസാന്തരപ്പെട്ടു എന്ന് കാണാൻ സാധിക്കുന്നുണ്ട്. മാനസാന്തരം പാപിയെ നീതിമാനാക്കുന്ന ദൈവിക കൃപയാണെന്ന് സിറിയയിലെ പരിശുദ്ധ എഫ്രൈം പറയുന്നുണ്ട്. പാപികളിൽ നിന്നും തിരിച്ച് വരവ് ദൈവത്തിന് ഏറ്റവും പ്രിയമാണ് എന്ന് കാണാൻ സാധിക്കും. 5. മതനേതാക്കളുടെ കഠിന ഹൃദയം. അവർ സത്യം കണ്ടിട്ടും മാനസാന്തരം ചെയ്യുന്നില്ല. ദൈവത്തിൻ്റെ വിളിയെ നിരസിക്കുന്ന ഹൃദയം ആത്മീയമായി മരിച്ചു പോകുന്നുവെന്ന് യേശു തമ്പുരാൻ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. മാത്രമല്ല, വലിയമാർ ബസേലിയോസ് പറയുന്നു, കഠിന ഹൃദയം ദൈവകൃപയെ തടയുന്നു. പലപ്പോഴും ഈ യാഥാർത്ഥ്യം നമുക്ക് മനസ്സിലാകുന്നില്ല എന്നുള്ളതാണ് സത്യസന്ധം. പ്രിയമുള്ളവരെ, ഈ ഉപമ നമ്മോട് ചോദിക്കുന്നുണ്ട്, നാം ഏത് പുത്രനെ പോലെയാണ്? വാക്കുകളിൽ വിശ്വാസവും പ്രഖ്യാപിക്കുന്നതിൽ മാത്രം നിൽക്കാതെ ജീവിതത്തിൽ നല്ല അനുസരണമുള്ളവരാകാൻ നമുക്ക് സാധ്യമായി തീരണം. 6 ഉൾക്കാഴ്ചകൾ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നു. അഹങ്കാരം ദൈവസത്യത്തെ മറയ്ക്കുന്നു. 2. വിനയം സത്യം തിരിച്ചറിയാൻ സഹായിക്കുന്നു. 3. പ്രവൃത്തിയാണ് വിശ്വാസത്തിൻ്റെ തെളിവ്. 4. മാനസാന്തരം ദൈവരാജ്യത്തിലേക്ക് നയിക്കുന്നു. കഠിന ഹൃദയം അപകടകരമാണ്. യഥാർത്ഥ അനുസരണം ദൈവത്തിൽ നിന്ന് പ്രിയമാണ് എന്നുള്ളതാണ്. പ്രിയമുള്ളവരെ, നാം വാക്കുകളിൽ മാത്രം വിശ്വാസികളായി തീരുന്നോ, അല്ലയോ മറിച്ച് പ്രവൃത്തിയിൽ അനുസരണമുള്ളവരാണോ? ദൈവത്തിൻ്റെ ഇഷ്ടം ചെയ്യുവാൻ നമുക്ക് മാനസാന്തരം വരട്ടെ. അപ്പോൾ നാം യഥാർത്ഥ ദൈവപുത്രന്മാരായി തീരും. ദൈവം നിങ്ങളെ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.